നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ ചർച്ച ചെയ്യുന്നു ജ്യോതിഷ വിഷയം നിങ്ങളുടെ ഇന്ന് നാം ചർച്ച ചെയ്യുന്ന ഇന്നത്തെ ദിനം സോമവാരമാകുന്നു, തിങ്കളാഴ്ചയാകുന്നു. ഇന്ന് തിങ്കളാഴ്ച 2026 ജൂലൈ മാസം 6-ാം തീയതി 6/7/2026. ഇന്ന് തിങ്കളാഴ്ചത്തെ നക്ഷത്രം പുരൂരുട്ടായ നക്ഷത്രമാണ്. അതിനു മുമ്പ് ഇന്ന് മലയാള ദിനം 1201 മിഥുനമാസം 22-ാം തീയതിയാണ്. ഇന്ന് സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:12, അസ്തമയം വൈകിട്ട് 6:47. ഇന്നത്തെ രാഹുകാലം തിങ്കളാഴ്ച നിങ്ങൾക്കറിയാം. കാലത്ത് 7:30 മുതൽ 9 മണി വരെയുള്ള സമയം രാഹുകാലം. നാം സാധാരണ ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. ഇന്നത്തെ തിഥി കറുത്തപക്ഷത്തിലെ കൃഷ്ണപക്ഷത്തിലെ 6-ാം തിഥിയാണ്. അങ്ങേറ്റം ബലവാനായ തിഥിയല്ല. ചന്ദ്രൻ ദുർബലമായി വരികയാണ്. ഇനി അങ്ങോട്ടേക്ക് ഓരോ ദിവസവും ചന്ദ്രൻ്റെ കിരണങ്ങൾക്ക് ക്ഷയം സംഭവിച്ച അമാവാസി വരും. ചന്ദ്രകിരണങ്ങൾക്ക് ബലം കൂടുമ്പോൾ, വൃദ്ധി കൂടുമ്പോഴാണ് പൗർണമി ഉണ്ടാകുന്നത്. ഇത് കറുത്തപക്ഷത്തിൽ 5-ാം തീയതി കഴിഞ്ഞാൽ തന്നെ ചന്ദ്രൻ പിന്നെ ദുർബലമായി വന്നു. ഇന്നത്തെ നക്ഷത്രം എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കണം. ഇന്ന് പുരൂരുട്ടാതി നക്ഷത്രമാണ്. പുരൂരുട്ടാതി ഒരു ശുഭനക്ഷത്രമാണോ? ശുഭനക്ഷത്രമാണ്. എല്ലാ നക്ഷത്രങ്ങളും ശുഭമാണ്. പക്ഷേ യാത്രയ്ക്കും വിത്തിട്ടാൽ പൊടിക്കാത്ത, പുതിയ സംരംഭത്തിനും പറ്റാത്ത നക്ഷത്രമാണ് പൂരത്തിൽ വരുന്ന 3 നക്ഷത്രം. മുപ്പൂരം, പൂരം, പൂരാടം, പുരൂരുട്ടാതി. അപ്രകാരം നമ്മൾ 7 നക്ഷത്രങ്ങളുണ്ട്. യമരുദ്രാഹി, മുപ്പൂരം, തൃക്കേട്ട. തൃക്കേട്ട എന്നാൽ ജ്യേഷ്ഠ നക്ഷത്രം. യമൻ എന്നാൽ ഭരണി, രുദ്രൻ തിരുവാതിര, അഹി ആയില്യം. ഈ നക്ഷത്രങ്ങൾക്കെല്ലാം തന്നെ പുത്തൻ സംരംഭത്തിനും യാത്ര പോകാനും നല്ലതല്ല. പലപ്പോഴും അനുഭവം അത്ര ശുഭകരമായിരിക്കില്ല എന്ന് മാത്രം. അല്ലെങ്കിൽ നക്ഷത്രങ്ങൾക്ക് വലിയ ദോഷമൊന്നുമില്ല. ലോകത്തിലെ പ്രഗത്ഭമതികളായ മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും എലിസബത്ത് രാജ്ഞിയുമൊക്കെ ജനിച്ച നക്ഷത്രമാണ് ആയില്യം നക്ഷത്രം. അതുമാത്രമല്ല, നമുക്ക് ശത്രു നിഗ്രഹണത്തിന്, ശത്രു നാശനത്തിന്, ശത്രുവിനെ ഉന്മൂലനം ചെയ്യാൻ ഉപയോഗിക്കുന്ന വലിയ നക്ഷത്രമാണ് ഈ ആയില്യവും പൂരവും ഒക്കെ തന്നെ. പൂരാടം ജലത്തിൻ്റെ അധിദേവതയാണ്. ജലവുമായി ബന്ധപ്പെടുന്ന എല്ലാ വ്യാപാരങ്ങൾക്കും പൂരാടം നക്ഷത്രം വളരെ ഗുണമാണ്. തൃക്കേട്ട അധിദേവത ഇന്ദ്രനാണ്. പലപ്പോഴും മഴയില്ലാത്ത സ്ഥലത്ത് പഴയ കാലത്ത് ഇന്ദ്രനെയാണ് നാം ആരാധിക്കുക. അങ്ങനെയാണ് ധാരാളം ഇടിമിന്നലോടുകൂടി ഇന്ദ്രൻ വരുന്നു, മഴ വരുന്നു. ഏതായാലും ഇന്നത്തെ ദിനം പുരൂരുട്ടായി നക്ഷത്രം 4 മണി വരെയുണ്ട്. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ പോകാം. അപ്പുറം ഹനുമാൻ ക്ഷേത്രത്തിലേക്ക് പോകാം. ഹനുമാനും ശ്രീരാമസ്വാമിക്കും എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അവൽ നിവേദ്യവും തുളസിമാല പാൽപ്പായസം വഴിപാടായി സമർപ്പിക്കാം. കാരണം 4 മണി മുതൽ ഉത്രട്ടാതിയാണ്. ഉത്രട്ടാതി ശനീശ്വരൻ്റെ നക്ഷത്രമാണ്. പൂയമരയുടെ ഉത്രട്ടാതി ശനി ഭരിക്കുന്ന നക്ഷത്രമാണിത്. ഹനുമാനാകാം, മുത്തപ്പനാകാം, വേട്ടക്കരനാകാം, കരിയാത്തനാകാം, കാട്ടുമൂർത്തി, കിരാതമൂർത്തിയാകാം, സാക്ഷാൽ ശാസ്താവാകാം. അതിനാൽ ഹനുമാൻ സ്വാമിക്കും വിഷ്ണു സ്വാമിക്കുമുള്ള വഴിപാടുകൾ ചെയ്യുന്നത് വളരെ ഗുണമാണ്. ഇന്ന് നിങ്ങളുടെ പ്രാർത്ഥന എന്താണ്? ഓം ശം ശനീശ്വരായ നമഃ. അപ്രകാരം തന്നെ വിഷ്ണു പ്രീതികരങ്ങളായ പ്രാർത്ഥനകൾ, അത് നാരായണ കവചമാകാം, അല്ലെങ്കിൽ ഓം വിഷ്ണവേ നമഃ എന്നാകാം, വിഷ്ണു സഹസ്രനാമമാകാം. ഏതായാലും ഇന്നത്തെ ദിനത്തിന് മുഹൂർത്തം കേവലം വൈകിട്ട് 4 മണി മുതൽ 4:12 മണി വരെയുള്ള 12 മിനിറ്റ് സമയം മാത്രമാണ് ഞാൻ നൽകുന്നത്. ഇന്നത്തെ ദിനം 4:01 മുതൽ 4:10 നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുക. വളരെ അനുകൂലമായി വരും. ഉത്രട്ടാതി നക്ഷത്രം വന്നു കഴിഞ്ഞു 4 മണി മുതൽ ഷാർപ്പായിട്ട്. ഉത്രട്ടാതി ശുഭനക്ഷത്രമാണ്. ഉത്രത്രയത്തിൽ പെടുന്നു. ഉത്രമുത്രാടം, ഉത്രട്ടാതി, ഉത്രത്രയമാണ്. വിശദമായി നമുക്ക് നാളെ ഈ വിഷയം ചർച്ച ചെയ്യാം. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശോഭനമായ നല്ലൊരു ഇന്നത്തെ ദിനത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.